വംശീയ കലാപം രാജ്യത്ത് തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണെന്ന് NS മാധവൻ. സംഘപരിവാറിന്റെ വോട്ട് നേട്ടത്തിന് വഴിമരുന്നിട്ടത് കോൺഗ്രസ് ആണ്. കേരളത്തിന് പുറത്ത് എഴുത്തുകാരെ നിശബ്ദരാക്കുന്നുവെന്നും NS മാധവൻ പറഞ്ഞു. നിയമസഭാ പുസ്തകോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിരിക്കും. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന വംശീയ കൂട്ടക്കൊല, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 400 കൂടുതൽ സീറ്റ് കോൺഗ്രസ് ജയിച്ചപ്പോൾ ഹിന്ദുത്വ പാർട്ടികൾക്ക് ഒരു രാഷ്ട്രീയ കരുനീക്കത്തിൻ്റെ ടെംപ്ലേറ്റ് ലഭിച്ചു, അവർക്കൊരു ചട്ടക്കൂട് ലഭിച്ചു. ഇപ്പോൾ ഈ പച്ചത്തുരുത്തുകളായിട്ട് നിലകൊള്ളുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കേരളം, തമിഴ്നാട്, കർണാടകം പറയാൻ നിവൃത്തിയില്ല, ആന്ധ്രയും ഏതാണ്ട് ആ ദിശയിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ഒരു എഴുത്തുകാരൻ്റെ അത് പറയാനുള്ള ധൈര്യക്കുറവല്ല, പക്ഷെ നിശബ്ദനാക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ. മാനസ നൽകും കൂടുതൽ വിവരങ്ങൾ. മാനസ, നിയമസഭാ പുസ്തകോത്സവത്തിൽ NS മാധവൻ സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. രാജ്യത്ത് വംശീയ കലാപം തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണെന്നും സംഘപരിവാറിന്റെ വോട്ട് നേട്ടത്തിന് വഴിമരുന്നിട്ടത് കോൺഗ്രസ് ആണെന്നും അടക്കം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും അനന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു NS മാധവും അതോടൊപ്പം തന്നെ S ഹരീഷും. ഇരുവരും തമ്മിലുണ്ടായ ചർച്ചയിലാണ്, അതായത് ലോകവും എഴുത്തും മാറിയ നാളുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ചർച്ചയിലാണ്, ആ ഒരു സെഷനിലാണ് ഇത്തരത്തിലൊരു പരാമർശം NS മാധവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വംശീയ കലാപം രാജ്യത്ത് തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണെന്നാണ് NS മാധവന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ സംഘപരിവാറിന്റെ വോട്ട് നേട്ടത്തിന് വഴിമരുന്നിട്ടത് കോൺഗ്രസ് ആണെന്നും കേരളത്തിന് പുറത്തെ എഴുത്തുകാരെ നിശബ്ദരാക്കുന്നുവെന്നും NS മാധവൻ ചൂണ്ടിക്കാട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് അല്പസമയം മുൻപ് ഉണ്ടായത്. ഈ സംഘപരിവാർ അജണ്ട എന്താണ് എന്നത് ഇതിനു മുൻപും തന്നെ നമ്മളെല്ലാവരും തന്നെ തുറന്നു കാണിച്ചതാണ്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം കൂടി NS മാധവന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ വഴിവെച്ചത് കോൺഗ്രസ് ആണ് എന്ന പരാമർശവും നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംഘപരിവാർ കോൺഗ്രസിന്റെ ഒരു കൂട്ടുകെട്ടും കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിശബ്ദരാക്കപ്പെടുന്നത് എഴുത്തുകാർ മാത്രമല്ല, മുൻപും ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അടക്കം നിശബ്ദമാക്കുന്നത്, അതായത് കേരളത്തിന് പുറത്ത് തുറന്ന് സംസാരിച്ചാൽ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു നിശബ്ദരാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതൊക്കെയും തന്നെയായിരിക്കാം ഒരുപക്ഷെ ഉദാഹരണ സഹിതമായി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ഈ സംവാദത്തിൽ NS മാധവൻ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ എഴുത്തുകാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാർക്ക് നേരിട്ട അനുഭവങ്ങളാണ് അദ്ദേഹം തുറന്ന് പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ NS മാധവും അതോടൊപ്പം തന്നെ S ഹരീഷും, ഈ പ്രശസ്ത എഴുത്തുകാരാണ് പങ്കെടുത്തിരുന്നത്. ഇന്ന് 5ാം ദിനമാണ് നിയമസഭാ പുസ്തകോത്സവത്തിൻ്റേത്. വിവിധ പരിപാടികൾ തന്നെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സെഷനാണ് ഈ 2 മണി തൊട്ട് 2:45 വരെ നടത്തിയ ഒരു സെഷനായിരുന്നു ഈ പാനൽ ഡിസ്കഷൻ. അതിലായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അനന്യ. തീർച്ചയായും മാനസ മനോജാണ് വിവരങ്ങൾ.